മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ മറുപടി, അതിൽ നിന്നും നമ്മൾ എന്ത് വായിച്ചെടുക്കുന്നു? പ്രത്യേക റിപ്പോർട്ട് കാണാം. തന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി സെക്രട്ടേറിയറ്റിന്റെ 200 മീറ്ററിനപ്പുറം തീവ്രവാദ ബന്ധമുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ 2 മണിക്കൂറായി കസ്റ്റംസിന്റെ ചോദ്യം ചെയ്യലിന് വിധേയനാകുമ്പോൾ മാധ്യമങ്ങളെ കണ്ട മുഖ്യമന്ത്രി അസാധാരണമാവിധം ആത്മവിശ്വാസത്തിലായിരുന്നു. ശരി, അപ്പൊ ഇവിടെ നിർത്താം, മതി. ഒടുവിൽ അവസാനിക്കുമ്പോൾ മഞ്ഞുമലയിൽ ഇടിക്കാതെ കപ്പൽ തിരിച്ച കപ്പിത്താന്റെ ചിരിയായിരുന്നു ആ മുഖത്ത്. ഒപ്പം തന്റെ നേർക്ക് തൊടുത്ത അമ്പ് വഴിതിരിച്ചു വിടാൻ പാകത്തിലൊരു ഒളിയമ്പും. ബന്ധപ്പെട്ടവരുടെ നെഞ്ചിരിപ്പ് വർദ്ധിക്കൂലേ? അതിന് ചെയ്യാൻ പറ്റും. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യുവജന പ്രക്ഷോഭത്തിന് പ്രതിപക്ഷം കോപ്പുകൂട്ടുമ്പോൾ ആത്മവിശ്വാസത്തിൽ ഉറച്ച ഈ ചിരിക്ക് ഒട്ടേറെ അർത്ഥങ്ങളുണ്ട്. എം ശിവശങ്കറിനൊഴികെ സ്വപ്ന സുരേഷിന്റെ ഫോൺ ലിസ്റ്റിൽ താനും പാർട്ടിയും ഭയപ്പെട്ടവരാരും ഉൾപ്പെട്ടിട്ടില്ല എന്ന ആശ്വാസം ഒരു വശത്ത്, ഉൾപ്പെട്ട ഏകമന്ത്രി KT ജലീലിന്റെ രേഖകൾ കാട്ടിയുള്ള അത്യുഗ്രൻ പ്രതിരോധത്തിന്റെ കരുത്ത് മറുവശത്ത്. കൗൺസിൽ ജനറൽ പറഞ്ഞതനുസരിച്ചാണ് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് കൗൺസിൽ ജനറലിന്റെ നിർദ്ദേശത്തെ തുടർന്ന് സ്വപ്നയുമായിട്ട് ഫോണിൽ കോണ്ടാക്ട് ചെയ്യുന്നത്. വിളിച്ചതൊന്നും അസമയത്തല്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ സോളാർ വിവാദത്തിൽ സരിതയുടെ കോൾ ലിസ്റ്റിൽ 1 ഡസൻ വിളിക്കാറുണ്ടായിരുന്നു എന്നോർക്കണം. ഒപ്പം റമീസിന്റെ പ്രതിചേർക്കലിലൂടെ പ്രതിപക്ഷത്തേക്ക് നീണ്ടേക്കാവുന്ന സംശയത്തിന്റെ മുനയുടെ മൂർച്ച വേറെയും.